Hello friends, Food4 people പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ബ്രോസ്റ്റർ ആണ്. ഈ ചിക്കൻ ഉണ്ടാ ഓഹോ സൂപ്പർ. അപ്പോൾ ചിക്കൻ്റെ സ്കിന്നോട് കൂടെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ? അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്യുക, പുളിയാക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഈ കോഴിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് പൊളിക്കാം. ഉള്ളു കഴുകിയില്ലേ? വക്കയാക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കോഴിൻ്റെ കഴുത്തോടു കൂടെ നമ്മൾ ഈ നട്ടെല്ല് നമ്മളിങ്ങനെ മാറ്റി വയ്ക്കും. സംഭവം ഇത് നമ്മൾ ബ്രോസ്റ്റ് പീസിന് എടുക്കണില്ല. അപ്പോൾ കട്ട് ചെയ്ത ചിക്കന് നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട്. കട്ട് ചെയ്ത ചിക്കൻ നന്നായി വൃത്തിയാക്കിയിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. ആ തൊലി ഒന്ന് സൂക്ഷിക്കണം, തൊലി കളയാണ്ട് സൂക്ഷിക്കണം. തൊലിയാണ് മെയിൻ. ബ്രോസ്റ്റിനുള്ള മസാല തയ്യാറാക്കാം. ആദ്യം തൈര്, കുരുമുളക് പൊടി, വെളുത്തുള്ളി അരച്ചത്, ഉപ്പ്, മുളക് പൊടി, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് മസാലയും കൂടെ ഇട്ട് കൊടുക്കുക. മസാലയൊക്കെ നന്നായി തേച്ച് വെക്കുക. 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. നന്നായി കുഴച്ചെടുക്കണം. പക്ഷേ ഇതിൻ്റെ സ്കിന്നുണ്ടല്ലോ, ഈ സ്കിന്ന് പോവാത്ത പോലെ മെല്ലെ ശ്രദ്ധിച്ച് വേണം മസാല ഇട്ടിട്ട് തേക്കാൻ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണ ബ്രോസ്റ്ററിൻ്റെ കോട്ടിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോണത്. മൈദാമാവ്, കോൺഫ്ലോർ, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്. നമുക്കിത് മിക്സ് ചെയ്യാം അടിപൊളിയായിട്ട്. ആഹാ, ഇതാണ് നമ്മുടെ കോട്ടിങ് കേട്ടോ നമ്മുടെ ബ്രോസ്റ്ററിൻ്റെ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് ബ്രോസ്റ്റർ ഒന്ന് വറുത്തെടുക്കാൻ. ആദ്യം നമുക്ക് ഓയിൽ വെച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കനിൽ, അതുപോലെ നമ്മൾ അപ്പോഴേ മാവൊക്കെ കലക്കിയതാണ്. നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ കോട്ട് ചെയ്യാം. പക്ഷെ നന്നായിട്ടാവണം മാവിൽ. അപ്പോൾ ഫസ്റ്റ് നമ്മളിങ്ങനെ കോട്ട് ചെയ്ത ശേഷം നമ്മൾ ഇതിനെടുത്തിട്ട് ജസ്റ്റ് ഒന്ന്, ഇത് വെറും വെള്ളമാണ്, ജസ്റ്റ് ഡിപ്പ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഒന്നുകൂടെ ഇങ്ങനെ ആക്കാം. ഇത് രണ്ടാം വരെ നമ്മൾ നന്നായിട്ട് മാവിൽ പിടിപ്പിക്കണം. അപ്പോൾ നന്നായി നമുക്കൊന്ന് കുടഞ്ഞിട്ട് അങ്ങനെ എടുത്ത് നമുക്കൊന്ന് എണ്ണയിലിടാം പതുക്കെ.
അയ്യോ അപ്പോൾ നമ്മുടെ അടുത്തത് റെഡി ഉണ്ട്. പക്ക KFC തന്നെ മോനെ, സ്പൈസി KFC ബ്രോസ്റ്റഡ് സൗദി കിട്ടുന്ന പോലെ. അയ്യോ പൊളി സാധനം. അപ്പോൾ നമ്മുടെ സ്പൈസി ബ്രോസ്റ്റഡ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ സുഹേലേ? അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു കൂട്ടുകാരൻ വന്നിട്ടുണ്ട് ഇന്ന്, റിച്ചു. അപ്പോൾ ഇന്ന് ഇവനായിരിക്കും അഭിപ്രായം പറയാം കേട്ടോ ടേസ്റ്റ് ചെയ്തിട്ട്. ഫസ്റ്റ് നമുക്ക് റിച്ചു കൊടുക്കാം സുഹേലേ. മയനൈസ് ഉണ്ട്, കെച്ചപ്പ് ഉണ്ട്, എടുത്തു മുക്കിയിട്ടാണ് പിടിച്ചോ വേണേ. ഇനി നമ്മുടെ അടുത്ത ചെറിയ കുട്ടി കൊടുക്കാം. ചെറിയ കുട്ടി സലാക്കുട്ടി. എനിക്ക് എങ്ങനെ കഴിച്ചു? കഴിക്കും എങ്ങനെയുണ്ട്? കഴിച്ചോ? നല്ല ചൂടുണ്ട്. എനിക്ക് ഈ ബ്രോസ്റ്റഡിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഈ തൊലിയാണ്. തൊലി അങ്ങനെ എടുത്ത് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. ശരിക്കും ടേസ്റ്റ് കൂടിയില്ലേ തൊലിയിൽ? മസാല സെറ്റായി പിടിച്ചിട്ടുണ്ട്. സ്പൈസി ബ്രോസ്റ്റഡ് വേണ്ട, സ്പൈസ് അറിയും നമ്മളെ. കുറച്ച് മയനൈസും കെച്ചപ്പും കൂടി. ഇഷ്ടപ്പെട്ടോ റിച്ചു? ഞാൻ സൗദിയിലൊക്കെ പണ്ട് കഴിക്കുക ബ്രോസ്റ്റഡ് വേണ്ടല്ലേ സോല? സോല സ്പൈസി ബ്രോസ്റ്റഡ് വേണ്ടല്ലേ? സെറ്റില്ലേ? ഒരു രക്ഷയില്ല, സത്യം ഒരു രക്ഷയില്ല. മസാലയൊക്കെ ഉള്ളിൽ നന്നായി പിടിച്ചു. നമ്മളിതിനോട് കുപ്പൂസും കൂടിയാണ് കാലർത്തിയിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി, ഒരു രക്ഷ ഉണ്ടാവില്ല. നമുക്ക് കുപ്പൂസ് ഉണ്ടാക്കാൻ സമയം കിട്ടില്ല അല്ലേ സുഹേലേ? കാരണം അത്ര നമ്മൾ ഉണ്ടാക്കിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാലേ നമ്മൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ടേന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഒരു അടിപൊളി കീട്ടിലെ റെസിപ്പി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ.